മാനസിക രോഗത്തിന് ഇന്നും ചികിത്സയിലിരിക്കുന്ന ഒരാളെ ഭ്രാന്തരെന്ന് വിളിപ്പിക്കാൻ അതുപോലെ അതുപോലെ പിന്നെ അയാളുടെ വാക്കും പ്രവൃത്തിയൊന്നും ആരും മുഖവിലിക്കെടുക്കാനും പോകുന്നില്ല. വെരി ഗുഡ് സർ. അഡ്വക്കേറ്റ് അനിരുദ്ധനെ അവസാനിപ്പിക്കാൻ. മാനസിക രോഗത്തിന് ഇന്നും ചികിത്സയിലിരിക്കുന്ന ഒരാളെ ഭ്രാന്തരെന്ന് വിളിപ്പിക്കാൻ അതുപോലെ അതുപോലെ പിന്നെ അയാളുടെ വാക്കും പ്രവൃത്തിയൊന്നും ആരും മുഖവിലിക്കെടുക്കാനും പോകുന്നില്ല. വെരി ഗുഡ് സർ. അഡ്വക്കേറ്റ് അനിരുദ്ധനെ അവസാനിപ്പിക്കാൻ. ഓക്കെ, ഇപ്പൊ കോടതിയിലെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് അനിരുദ്ധനെ ടാർഗറ്റ് ചെയ്യാം. അനിരുദ്ധനുണ്ട്. എല്ലാത്തിനും കാരണം ഞാനല്ലേ അമ്മേ? എന്നോടുള്ള പകയല്ലേ ഈ തീർക്കുന്നതൊക്കെ? ഒന്നും അറിയാത്ത അവള് പോലും കോടതി കയറി ഇറങ്ങേണ്ടി വരികയെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ തോന്നും ചിലപ്പോ തോന്നും അഞ്ജലി ചേച്ചി മോളെ. അഞ്ജലി ചേച്ചി മോളെ. ഒളിഞ്ഞു നിൽക്കുമ്പോ ഒന്നും തോന്നിയില്ല. ചെറിയ വല്ലാത്തൊരു ധൈര്യമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പേടിച്ചു. പിന്നെ ആലോചിച്ചത് ചേച്ചിയെക്കുറിച്ച്. തെറ്റിയാതെ ചേച്ചിയും ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ എന്ന്. പിന്നൊരു ധൈര്യം. പകരം വീട്ടിലൊക്കെ അതിന്റെ ഏറ്റവും ഉയരത്തിലാണ് നടക്കുന്നത്. എന്നിട്ടും ഇനി അവളുടെ കേസ് വാദിക്കുന്നുണ്ടാവും നിന്റെ ചെറിയച്ഛൻ. അവളെക്കാൾ വൈരാഗ്യം എന്നോടാണല്ലോ. ഗ്ലോറിയെ കാണാനാ ചെറിയച്ഛൻ പോയിരിക്കുന്നത്. എന്നോട് പറഞ്ഞു എന്നെ കുടിക്കുന്നതിന് പകരം ചോദിക്കുമെന്ന്. ചെറിയച്ഛൻ കേസ് വാദിച്ചില്ലെങ്കിൽ പിന്നെ ഗ്ലോറി ജയിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സംഭവിച്ചൊക്കെ നല്ലതിന്. ഗ്ലോറിക്ക് വീഴാൻ അവൾ തന്നെ കുഴിച്ച കുഴി അല്ലേ അമ്മ? വിധിയാവാനുള്ള കേസുകൾ ഒരുപാടുണ്ട്. ഗ്ലോറിയുടെ വീഴ്ച തന്നെയാ എല്ലാത്തിനും ഉത്തരം. വാ വാ. താലിമാല എടുക്കാൻ പോയതാ. എടുത്തപ്പോ അവനൊരു നിർബന്ധം, ഇവിടെ കയറി സോഫിയ കാണിച്ചിട്ട് പോവാന്ന്. സെലക്ഷൻ സോഫിക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റി വാങ്ങാൻ. വാ വാ. താലിമാല എടുക്കാൻ പോയതാ. എടുത്തപ്പോ അവനൊരു നിർബന്ധം, ഇവിടെ കയറി സോഫിയ കാണിച്ചിട്ട് പോവാന്ന്. സെലക്ഷൻ സോഫിക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റി വാങ്ങാന്ന് കരുതിയാ? ഒന്നോർക്കുമ്പോ ഇപ്പോഴത്തെ പിള്ളേരുടെ കുറെ കാര്യങ്ങൾ നല്ല ശീല. വിവാഹത്തിനു മുമ്പ് രണ്ടാളും ഒരു മനസ്സോടെ കാര്യങ്ങൾ ചെയ്യാൻ
ഒരു ശീലാവുമല്ലോ. അമ്മ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായ കുടിക്കാനാണോ ഇപ്പൊ തിരക്കിട്ട് വന്നത്? ആദ്യം മോളിത് ഒരു ഡോർ കർട്ടൻ മാറ്റണമെങ്കിൽ വരെ അപ്പൊ അവൻ ചോദിക്കും സോഫിക്ക് ഇഷ്ടമാവോന്ന്. ഇരിക്കും. ഇവിടെയാണോ ചായ എടുക്കുന്നത്? നോക്കി, തന്റെ അഭിപ്രായം പറയേ. തന്റെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിരിക്കുമെന്ന് എനിക്കറിയാം. സത്യത്തിൽ അതാ പ്രയാസം. നിറവും തൂക്കവും കൂടിയതൊക്കെ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്റെ കൺസെപ്റ്റൊന്നും ഞാൻ കാര്യമാക്കില്ല. തെരഞ്ഞെടുക്കുമ്പോ സ്വന്തം കൺസെപ്റ്റ് നോക്കുന്നതാ നല്ലത്. ദേ, ഇവിടുന്ന് തന്നെ ലോകപുരം മുഴുവൻ പുറത്തിറക്കരുത്. ഇവിടെയാണോ ചായ എടുക്കുന്നത്? നോക്കി, തന്റെ അഭിപ്രായം പറയേ. തന്റെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിരിക്കുമെന്ന് എനിക്കറിയാം. സത്യത്തിൽ അതാ പ്രയാസം. നിറവും തൂക്കവും കൂടിയതൊക്കെ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്റെ കൺസെപ്റ്റൊന്നും ഞാൻ കാര്യമാക്കില്ല. തെരഞ്ഞെടുക്കുമ്പോ സ്വന്തം കൺസെപ്റ്റ് നോക്കുന്നതാ നല്ലത്. ദേ, ഇവിടുന്ന് തന്നെ ലോകപുരം മുഴുവൻ പുറത്തിറക്കറിയാം. സത്യത്തിൽ അതാ പ്രയാസം. നിറവും തൂക്കവും കൂടിയതൊക്കെ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്റെ കൺസെപ്റ്റൊന്നും ഞാൻ കാര്യമാക്കില്ല. തെരഞ്ഞെടുക്കുമ്പോ സ്വന്തം കൺസെപ്റ്റ് നോക്കുന്നതാ നല്ലത്. ദേ, ഇവിടുന്ന് തന്നെ ലോകപുരം മുഴുവൻ പുറത്തിറക്കരുത്. ഇപ്പൊ എനിക്കൊരു സിമ്പിൾ മറുപടി മതി. തനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. മാല കൊള്ളാം. ഒന്നോ രണ്ടോ വാക്കുകൂടിയൊക്കെ ആവാം. ഈ ഘട്ടത്തിൽ അതിന് ചേർച്ചയുണ്ട്. അർജുൻ, ചിലപ്പോ എന്റെ പരിമിതിയായിരിക്കും ചില കാര്യങ്ങളിൽ കൂടുതൽ സംസാരിക്കാത്തത്. അതിനേക്കാൾ നല്ലത് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അറിഞ്ഞൂടാന്നുള്ളത്. താലിയുടെ തൂക്കമല്ല, അതിടുന്ന മനസ്സിന്റെ നന്മയാണ് പ്രധാനമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ വിശ്വാസമുണ്ടോ? ആ ഉത്തരത്തിന് വേണ്ടിയല്ലല്ലോ ഇപ്പൊ അർജുൻ വന്നത്. അഭിപ്രായം ഞാൻ പറയുകയും ചെയ്തു. ഞാൻ കാപ്പി എടുക്കാം, അമ്മ വെയിറ്റ് ചെയ്യല്ലേ. കേട്ടിട്ടുണ്ട്. അതിൽ വിശ്വാസമുണ്ടോ? ആ ഉത്തരത്തിന് വേണ്ടിയല്ലല്ലോ ഇപ്പൊ അർജുൻ വന്നത്. അഭിപ്രായം ഞാൻ പറയുകയും ചെയ്തു. ഞാൻ കാപ്പി എടുക്കാം, അമ്മ വെയിറ്റ് ചെയ്യല്ലേ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും എനിക്കിപ്പോ ആരുമില്ല. മുമ്പ് താനെപ്പോഴും അടുത്തുണ്ടാവുമ്പോ പ്രശ്നങ്ങളുടെ ഭാരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ആർക്കും മുറിവേൽക്കാതെ ഒരു തീരുമാനം ദൈവം താലത്തി വെച്ച് നീട്ടില്ല. പ്രകാശനെ ഞാൻ തിരിഞ്ഞു പോകുമായിരുന്നു, സോഫിയിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അയാളോട് പറയാൻ ഉറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചോണ്ട് വരുമായിരുന്നു ഞാൻ. പോവോ ആദർശ്? പോയി വിളിക്കോ സാറിനെ? അച്ഛനോട് ഞാൻ പറയും, കാല് പിടിച്ച് കരഞ്ഞ് സമ്മതിപ്പിക്കും. സോഫി. അതെ ആദർശ്, എന്റെ തെറ്റുകൾ ക്ഷമിച്ച് എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സാർ പറഞ്ഞ വേറൊന്നും നോക്കില്ല ഞാൻ. സത്യമാണോ സോഫി പറയുന്നത്? അതെ. എത്ര ആലോചിച്ചാലും അവസാനം ഞാൻ ആ തീരുമാനത്തിൽ തന്നെ എത്തുന്നത്. എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് സാർ പറഞ്ഞ വേറൊന്നും നോക്കില്ല ഞാൻ. സത്യമാണോ സോഫി പറയുന്നത്? അതെ. എത്ര ആലോചിച്ചാലും അവസാനം ഞാൻ ആ തീരുമാനത്തിൽ തന്നെ എത്തുന്നത്. എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. പ്രകാശ് ഇവിടെ എത്തിയിരിക്കും. ഞാൻ കൊണ്ടുവരും അയാളെ, ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും. എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. പ്രകാശ് ഇവിടെ എത്തിയിരിക്കും. ഞാൻ കൊണ്ടുവരും അയാളെ, ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും.
നീ ആരെയും വിളിച്ചോണ്ടിരിക്കുന്നത്? ചെറിയച്ഛന് ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. എനിക്ക് പേടിയാവും അമ്മ. എന്തായാലും എന്നെ വിളിച്ചോളാന്ന് പറഞ്ഞിരുന്നതാ ചെറിയച്ഛൻ. വിളിക്കും, നീ സമാധാനായിട്ടിരിക്കും. ഇല്ല, ഗ്ലോറിയുടെ അടുത്ത് പോയി എന്തെങ്കിലും ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ കേസിൽ നിന്ന് പിന്മാറുന്നു പറഞ്ഞ വൈരാഗ്യാവില്ലേ? എല്ലാം കൂടി എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് മാത്രം നീ ചിന്തിക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത പേടിയുണ്ടമ്മേ. എവിടേക്കാ പോയെന്ന് പറഞ്ഞോ നിന്നോട്? എവിടെയായാലും ഗ്ലോറിയെ കാണുമെന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ. ഞാൻ നോക്കാം, എവിടെയായാലും. ശത്രുവിനെ സല്യൂട്ട് ചെയ്യാൻ ഞാനിപ്പോ പോലീസിലൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടി താൻ തന്നെ ചെയ്. സർ പ്ലീസ്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിന്റെ പേരിൽ ഇനിയിപ്പോ നമ്മൾ തമ്മിൽ അകലുകയല്ല വേണ്ടത്. സംഭവം നിസ്സാരമായി കാണണ്ട. അഡ്വക്കേറ്റ് അനിരുദ്ധന്റെ കൊലപാതക വാർത്ത വന്നാൽ ഒരാൾ പോലും നമ്മളെ അല്ലാതെ വേറെ ആരും സംശയിക്കില്ല. കേസ് അന്വേഷണം സ്വാഭാവികമായി ആ സിയുടെ ചുമതലയിലാ വരിക. അയാളെ കയ്യിലെടുക്കാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ ഗ്ലോറിക്ക്. മറുപടി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചോദിക്കയാളോട്. മറുപടി എനിക്കറിയാം. ഒരു മുൻകരുതലുമില്ലാതെ അഡ്വക്കേറ്റ് അനിരുദ്ധനെ കൊല്ലാൻ ആളുകളെ ഏൽപ്പിക്കാൻ ഞാനൊരു മണ്ടനൊന്നുമല്ല. കുന്നുംപുറത്ത് കൊച്ചുമോ അഡ്വക്കേറ്റ് അനിരുദ്ധന്റെ ശത്രുവാണ്. അവന്റെ വാറ്റ് കേന്ദ്രത്തിൽ നിന്നാണ് അനിരുദ്ധൻ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയത്. പണ്ട് 3 കൊല്ലം അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അയാൾ കാരണം. അതിനെന്താ? കുറ്റം അവൻ ഏറ്റെടുത്തു. മൂന്ന് കൊല്ലം അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അയാൾ കാരണം. അതിനെന്താ? കുറ്റം അവൻ ഏറ്റെടുത്തു. മൂന്ന് കൊല്ലം അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അയാൾ കാരണം. അതിനെന്താ? കുറ്റം അവൻ ഏറ്റെടുത്തു. ഈ ബക്കറിനെ ഗ്ലോറി സൂക്ഷിക്കണം. ഗ്ലോറിയുടെ മുമ്പിൽ അമിത പ്രാധാന്യം കിട്ടാൻ അയാൾ ഇനിയും ഭ്രാന്ത് കാണിക്കരുത്. കേട്ടല്ലോ? ഞാൻ ശ്രദ്ധിച്ചോളാം സർ. ആണുങ്ങൾക്ക് ജയിക്കാം. ആദ്യം അനിരുദ്ധന്റെ വാർത്ത പുറത്തു വരട്ടെ. പക്ഷേ ഇയാളെ സംശയം
ആരാ മനസ്സിലാവുന്നില്ല, ഒരു പിടിയില്ല. ആരാ എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു? ആക്സിഡന്റ് ആണെന്നാ തോന്നുന്നു. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നോക്കി നിൽക്കാതെ വണ്ടി കയറ്റി. നോക്കി നിൽക്കാതെ വണ്ടി കയറ്റി. ഡോക്ടർ, എങ്ങനെയുണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. തലക്കേറ്റിരിക്കുന്ന പരിക്ക് ഗുരുതരമാണ്. അത് ബ്രെയിനിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. സ്കാൻ റിസൾട്ട് വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്താ സംഭവിച്ചത്? ആരോ പ്ലാൻ ചെയ്ത് നടത്തിയ അറ്റംപ്റ്റാ. ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ കാണുമല്ലോ. എനിവേ, കൃത്യസമയത്താണ് നിങ്ങൾ ആളെ ഇവിടെ എത്തിച്ചത്. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ. നിങ്ങൾ ബന്ധുവാണ് അതോ വഴിയിൽ നിന്ന്? ഡോക്ടർ, എങ്ങനെയുണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. തലക്കേറ്റിരിക്കുന്ന പരിക്ക് ഗുരുതരമാണ്. അത് ബ്രെയിനിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. സ്കാൻ റിസൾട്ട് വന്നാൽ മാത്രം